ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്കൊരു ഡ്രോയിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ രണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇറേസറും മറ്റേത് നമ്മളൊക്കെ അടുപ്പിലൊക്കെ തീ കത്തിക്കുമ്പോൾ വരുന്ന കരിക്കട്ടയില്ലേ, അതാണ്. അപ്പോൾ കരിക്കട്ട ഇങ്ങനെ എടുത്ത് അടിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ ഇറേസർ ഉപയോഗിച്ച് വരയ്ക്കുക, മറ്റേ ചാർക്കോൾ പെയിൻറ്റിങ്, ഡ്രോയിങ് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ പോലെ. അതാണ് എൻ്റെ ഒരു പ്ലാന്. ഇതെങ്ങനെ ആകുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പേപ്പറിൽ ഓൾമോസ്റ്റ് സ്പ്രെഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഒരു ഷേപ്പൊക്കെ ആവട്ടെ എന്ന് ഇച്ചിരി കൂടി സ്പ്രെഡ് ചെയ്യാം. പക്ഷെ നല്ല രീതിയിൽ പൊടിയുണ്ട്. പക്ഷെ എന്നാൽ ആ പൊടി അങ്ങോട്ട് പറത്തി വിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കളർ ലൈറ്റ് ആവുന്നുമുണ്ട്. എന്തായാലും നോക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു പേപ്പറിന് ചെറിയൊരു ബോർഡറൊക്കെ വിട്ടുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആണെങ്കിൽ ചിലയിടത്ത് ചെറിയൊരു കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അവിടെ കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ആ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു പൂ വരയ്ക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം, വരച്ച് വരുമ്പം പൂവായിട്ടിരിക്കുമോ അതോ വേറെ എന്തെങ്കിലും ആവുമോ എന്ന്. അപ്പോൾ നമ്മൾ പൂ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പൂവിന് സ്വാഭാവികമായിട്ട് കുറച്ച് ഒന്നൊന്ന് ടച്ചപ്പ് കൊടുക്കാമല്ലോ. ഞാൻ ടച്ചപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കമ്പ് വെച്ച് കൊടുക്കണം. കമ്പിനിങ്ങോട്ട് കളർ പോരാ, ഒരല്ല, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ വേണേ ഒരു ആഡംബരത്തിന് മുകളിൽ അത്ര സ്പേസ് കിടക്കുന്ന സ്ഥിതിക്ക് ഒരു പൂമ്പാറ്റയും കൂടെ ചെയ്താലും. പൂമ്പാറ്റ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര വൃത്തി വന്നില്ല. ബാക്കി പൂവും ഒക്കെ ഓക്കെ ആയിരുന്നു. വെറുതെ എടുത്തിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് പ്രയോഗിച്ചതാണെന്ന് എനിക്ക് പിന്നീട് തോന്നി. വേണ്ടായിരുന്നു ആ ബ്രഷ് പ്രയോഗം. അതിന് മുന്നേ കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്ന സാധനം എൻ്റെ ബ്രഷ് എടുത്ത് പ്രയോഗിച്ചില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാനല്ലേ ആണ് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ശരിയാക്കുന്നേ. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഫെയിലായാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ പറയത്തക്ക കുഴപ്പമൊന്നും ഇല്ലാത്തതായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം. പൂമ്പാറ്റ വേണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും എനിക്ക് തോന്നി, അത് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ പൂമ്പാറ്റ ഇനിയിപ്പോൾ ഇരിക്കട്ടെ. എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.